പിന്നെ അത് മാത്രമല്ല ലാലേട്ടൻ എന്ത് ചെയ്താലും പ്രശ്നമായി മാറുകയാണ്. ഒരു ആരോ കളിക്കുന്ന പോലെ തോന്നുന്നു. മമ്മൂട്ടിയുടെ ബി ആർ വർക്കാണെന്ന് അറിയില്ല. പുതിയ അങ്ങനെ ഇപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ന്യൂസ് കേട്ട് അയ്യങ്കാളിയായിട്ട് മമ്മൂക്ക അഭിനയിക്കാൻ പോകുന്നത്. എന്തായാലും ആ ബ്രഹ്മയുഗത്തിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടു. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഒരു ഹൊറർ ഇതിലുള്ള അതിൻ്റെ പേര് തന്നെ കേൾക്കുമ്പോൾ തന്നെ ഭ്രമിപ്പിക്കുന്ന യുഗം, അതായത് ഭ്രമയുഗം എന്ന് പറയുമ്പോൾ നമ്മളെ ഭ്രമിപ്പിക്കും. ആ ഒരു ഇതാണ് ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മമ്മൂക്കയുടെ ഇതിനു മുമ്പല്ല ആദർവോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ എന്താണ് സ്ത്രീ ഇഷ്ടപ്പെടുന്നതൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. അത്തരത്തിലുള്ള ഒരു മേക്കിംഗ് ആയിരിക്കില്ല ഈ പടം വരുന്നത്. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇംഗ്ലീഷ് പടങ്ങളായാലും എല്ലാം ഹൊറർ ഫിലിം എന്ന് പറയുന്നത് അധികം കഥാപാത്രങ്ങൾ ഉണ്ടാകില്ല. അധികം കഥാപാത്രങ്ങളില്ലാതെ വളരെ കുറച്ച് കഥാപാത്രങ്ങളെ വച്ചുകൊണ്ട് ആണ് പടങ്ങൾ ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചേക്കുന്നത്. ഇംഗ്ലീഷ് പടങ്ങൾ പോലും അങ്ങനെയാണ്. അപ്പോൾ ഈ പടം അതേപോലെ തന്നെ മമ്മൂക്കയുടെ വ്യത്യസ്തമുള്ള ഒരു മുഖം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഹൊറർ പടങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പല ഇംഗ്ലീഷ് പടങ്ങളിൽ നമ്മൾ ഹൊറർ പടങ്ങൾ കാണുമ്പോൾ നമ്മളിരുന്ന് ചിരിച്ചു പോകാറുണ്ട്. ഞാൻ ചിരിക്കാറുണ്ട്. കാരണം കോമഡി ഏറ്റവും കൂടുതൽ കോമഡി ഫീൽ ചെയ്യുന്ന ഇംഗ്ലീഷ് പടങ്ങളിൽ പോലും ഹൊറർ ഫിലിം കാണുമ്പോൾ നല്ലോണം ചിരിക്കാറുണ്ട്. വിനയ് സാറിൻ്റെ പടങ്ങളൊക്കെ ചില പടങ്ങളൊക്കെ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട് ഹൊറർ ഫിലിമുകൾ. അപ്പോൾ ഹൊറർ ഇന്നത്തെ കാലത്ത് എടുത്ത് വിജയിപ്പിക്കാൻ അത്ര ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് പടങ്ങൾ പോലും എടുത്ത് ഇതാണ്. ഈ മമ്മിയൊക്കെ അതൊക്കെ ഹൊററായിട്ട് ചെയ്തിട്ട് പിള്ളേരൊക്കെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. ആ മമ്മിയൊക്കെ കണ്ട് ആൾക്കാരിരുന്ന് ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഹൊറർ ഫിലിം എന്ന് വെച്ചാൽ നമ്മളെ ഒരു എത്രത്തോളം ഭയപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിനെ അപേക്ഷിച്ചിട്ടാണ് ആ പടത്തിൻ്റെ വിജയം ഇതിരിക്കുന്നത്. അത് BGMയിലൂടെയും പിന്നെ അതേപോലെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസിലൂടെയൊക്കെയാണ് അത് വരുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ബ്രഹ്മയുഗം പടം നമ്മൾ ആ രീതിയിൽ പ്രതീക്ഷിച്ച് പോവുക. നമുക്ക് ഇത് ചെയ്തിരുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പടമായിരിക്കും അത്. കാരണം അത് വ്യത്യസ്തമായ കഥകളും അതായത് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് കാണിക്കുന്ന ആ എക്സ്പെരിമെൻ്റൽ വ്യൂ അത് നമ്മൾ എന്തായാലും അംഗീകരിക്കുന്നുണ്ട്. ഓരോ പടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പുതിയ ഇപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ന്യൂസ് കേട്ട് അയ്യങ്കാളിയായിട്ട് മമ്മൂക്ക അഭിനയിക്കാൻ പോകുന്നത്. എന്തായാലും അങ്ങനെയുള്ള കഥാപാത്രങ്ങളെല്ലാം മമ്മൂക്ക തിരഞ്ഞെടുക്കുന്നതിൽ ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ എന്താണ് അംബേദ്കർ. ഈ അംബേദ്കർ എനിക്കൊന്നും ഇതുവരെ കാണാൻ പറ്റില്ല, യൂട്യൂബിൽ നിന്നും കാണാൻ പറ്റില്ല. അത് കാണണമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ ഒരു തെലുങ്കിലൊരു പടം വരാൻ പോകുന്നുണ്ട്. അത് ഒരു പടത്തിൻ്റെ 2ാം ഭാഗം ജീവേ മമ്മൂക്ക അഭിനയിച്ച ആ പടം, അതിൻ്റെ ട്രെയിലർ വന്നു തുടങ്ങി. ആ പടം അടുത്ത് തന്നെ റിലീസ് ഉണ്ടാവും. അപ്പോൾ അത്തരം കഥാപാത്രങ്ങളൊക്കെ ചെയ്യാനുള്ള ഇന്ന് മലയാള സിനിമയിൽ അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു നടന്ന മമ്മൂക്ക തന്നെയാണ്. അത്രയും ചരിത്ര പുരുഷന്മാരുടെ കഥാപാത്രങ്ങളായാലും സാധാരണക്കാരനായ ഒരു മാനർസങ്ങളും ഇല്ലാതെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്നുകൊണ്ട് അതായത് നമ്മൾ മമ്മൂക്കയുടെ പുട്ടുറുമീസിനെയൊക്കെ ഓർത്ത് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ എന്താണ് മൃഗയ പുട്ടുറുമീസൊക്കെ നമ്മളെ കരയിപ്പിക്കുന്ന പടങ്ങളാണ്. അപ്പോൾ അതിൽ വിധേയനായാലും പിന്നെ അങ്ങനെ മമ്മൂക്കയുടെ പലേരി മാണിക്യം അതിനകത്ത് 3 വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്രയും ഓരോ കഥാപാത്രങ്ങളോടും ചരിത്രപുരുഷനായാലും വടക്കം വീരഗാഥ അതേപോലെ തന്നെ പഴശ്ശിരാധ ഇങ്ങനെയുള്ള പടങ്ങളെല്ലാം മമ്മൂക്കയുടെ അഭിനയ ജീവിതത്തിലെ ഒരു പൊൻതൂവലാണ്. ഇനി എനിക്ക് സീനിയർ ആക്ടേഴ്സിൽ പ്രതീക്ഷിച്ച മമ്മൂട്ടി തന്നെയാണ്. ഇനി ഈ മാസം വരാനിരിക്കുന്ന പടങ്ങളിൽ ഏറ്റവും പ്രതീക്ഷിച്ചത് ബ്രഹ്മയുഗമാണ്. നെഗറ്റീവ് റോളാണ്. എന്തായാലും നല്ല ഗെറ്റപ്പുള്ള വ്യത്യാസം, കുറച്ച് വിരൂപനായിട്ടാണ്. ടർബോന് മച്ചാൻ ഒരു മാസ് മസാല മൂവിയാണ്. നമുക്ക് ഒരു മാസ് മൂവി ആയിട്ട് കുറേ നാളായി. അടുത്ത ആഴ്ച മുഴുവൻ അഭിനയിച്ചാത്തൊരു ഫിലിമാണ്. ഒരു വ്യത്യസ്ത ജോണിൽ ഒരു മാസിന് വേണ്ടി ഒരു ഫിലിമാണ്. അതേപോലെ ബസ്സൂക്കിയും രണ്ട് രീതിയിലുള്ള മാസ് ഫിലിമാണ്. പിന്നെ അതിൻ്റെ ഒപ്പം ഇനിയിപ്പോൾ വേറെ മൂവീസ് എനിക്കറിയില്ല. ബ്രഹ്മയുഗം നല്ലൊരു അഭിനയിച്ചാത്തൊരു ഫിലിമായിരിക്കും. ഇപ്പോൾ പുഴു, കാതൽ, കണ്ണൂർ സ്ക്വാഡ്, റൊസാക്ക്, ഭീഷ്മ എല്ലാം ഉഗ്രപടങ്ങളാണ്. ആകെ ഒരു ക്രിസ്റ്റഫർ മോശമായി, പിന്നെ ഏജൻറ്റ് മോശമായി, ബാക്കിയെല്ലാം നല്ല പടങ്ങളാണ്. CBI അത്ര ശരിയായില്ല. പുള്ളി ഇപ്പോൾ സിനിമയിലെ ഉള്ളിൽ ശ്രദ്ധിക്കുന്നു. പിന്നെ അത് മാത്രമല്ല ലാലേട്ടൻ എന്ത് ചെയ്താലും പ്രശ്നമായി മാറുകയാണ്. ഒരു ആരോ കളിക്കുന്ന പോലെ തോന്നുന്നു. മമ്മൂട്ടിയുടെ ബി ആർ വർക്കാണെന്ന് അറിയില്ല. എന്തായാലും ബ്രഹ്മയുഗം നല്ല പ്രതീക്ഷയുണ്ട്.